ഭാഷ ഉപയോഗിക്കാം, ആദർശം പഠിക്കാനും ആ ഭാഷ ഉപയോഗിക്കാം. മലയാളം ആദർശം പൂർത്തിയാക്കാൻ മാത്രം പറ്റിയ ഭാഷയാണ്, ആദർശം പഠിക്കാൻ പറ്റിയ ഭാഷയല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ആദർശവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് മലയാളത്തിൽ ഒറ്റവാക്കിൽ അർത്ഥം വെച്ച് പഠിച്ചാലുണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് ആ ഖുർആനും സുന്നത്തും പറഞ്ഞു തന്നിരിക്കുന്ന വാക്കുകളുടെ വിശാലമായ അർത്ഥം എന്താണെന്ന് അറിയാമോ, അത് പുതിയ തലമുറകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി തീർത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഹിദായത്ത് ദലാലത്ത് എന്ന് പറയുന്നത്. ഹിദായത്തിന് നാം സന്മാർഗം എന്നർത്ഥം വെക്കാറുണ്ട്. ഹിദായത്തിന് നാം സന്മാർഗം എന്നർത്ഥം വെക്കാറുണ്ട്. എന്താണ് ഈ സന്മാർഗം? ദലാലത്തിന് ദുർമാർഗം എന്നും അർത്ഥം വെക്കാറുണ്ട്. എന്താണ് ദുർമാർഗം? ഒറ്റ വാക്കിൽ പറഞ്ഞെടുക്കാം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെയും സുന്നത്തിന്റെയും ഭാഷയിൽ ഹിദായത്ത് ആദർശത്തിന്റെ പ്രയോഗമാണ്. അപ്പൊ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദർശമുഖമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ സാധാരണ ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്, ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അല്ലേ? ഹിദായത്ത് കിട്ടിയതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യാറുണ്ട്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും. അപ്പൊ എന്താണ് ഹിദായത്ത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഗൗരവം അറിയാതെ പോകും. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു തരാം വിശദീകരണത്തിന്. ഏതൊരു മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വസ്തുക്കളെ സംഘടിപ്പിക്കാൻ, അസ്ബാബുകളെ സംഘടിപ്പിക്കാൻ, ആവശ്യങ്ങൾ ഇതുപോലെ ഭക്ഷണം വിശക്കുന്നവന്റെ ആവശ്യമാണ്, വെള്ളം ദാഹിക്കുന്നവന്റെ ആവശ്യമാണ്, വസ്ത്രം മാനമാക്കാൻ ആവശ്യമാണ്, ഒരു വീട് മുടിയുറങ്ങാൻ ആവശ്യമാണ്, വിവാഹം ആവശ്യമാണ്, ഇതൊക്കെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യ പൂർത്തീകരണത്തിന് ആവശ്യമായ മെറ്റീരിയൽസ്, അതിന്റെ അസ്ബാബുകൾ നാം പറയാം. അത് സംഘടിപ്പിക്കുന്നതിന് അല്ലാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന മനസ്സ് ഏതൊരാൾക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്. എന്നോട് പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വസ്തുക്കളെ സംഘടിപ്പിക്കുവാൻ അല്ലാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന മനസ്സ് ആർക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്, അവൻ ഹിദായത്ത് കിട്ടിയവനാണ്. അപ്പൊ വരാറുണ്ടോ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വസ്തുക്കൾ സംഘടിപ്പിക്കുന്നതിനായി അല്ലാഹു അല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ വലിയകളെയോ ശൈഖുകളെയോ നബിമാരെയോ മുർസലീങ്ങളെയോ മലക്കുകളെയോ ജിന്നുകളെയോ ആശ്രയിക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരുത്തരുണ്ടെങ്കിൽ അവൻ ദലാലത്തിലാണ്. അപ്പൊ ഹിദായത്തും ദലാലത്തും വിവക്ഷിക്കുന്നത് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. നമ്മൾ സാധാരണ അമലുകൾക്കാണ് ഹിദായത്തിന് കണക്ഷൻ കൊടുക്കുക. അയാൾ നല്ല ഹിദായത്തിലുള്ള ആളാണ്, അയാൾ കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്, അത് കൃത്യമായി നോക്കുന്ന ആളാണ്, അയാൾ ഹിദായത്തിലാണ്. അയാൾ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, അയാൾ നല്ല ഹിദായത്തിലാണ്. വാക്ക് തെറ്റായ പ്രയോഗമാണ്. നിസ്കരിക്കാനും നോക്കാനും സക്കാത്ത് കൊടുക്കാനും ഹിദായത്ത് വേണമെന്നില്ല, ഹിദായത്ത് വേണമെന്നില്ല. അത് ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ളതാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായവ. ഹിദായത്തിന് അത് വേണമെന്നില്ല. കൃത്യമായി എന്തിനേരം നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, കൃത്യമായി രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന, കൃത്യമായി ദാനധർമ്മങ്ങൾ സദഖ സക്കാത്തുകൾ കൊടുക്കുന്ന, കൃത്യമായി ഹജ്ജ് ചെയ്യുന്ന, കൃത്യമായി ഉംറ ചെയ്യുന്ന ഒരാൾ തെറ്റുകുറ്റങ്ങളൊന്നും അയാൾ ചെയ്യാനില്ല. പക്ഷെ അദ്ദേഹം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരിക ഏതോ ഒരു ശൈഖിനെയാണ്, ഏതോ ഒരു വലിയയാണ്, ദലാലത്തിലാണ്. ആ നിസ്കാരത്തെ നിസ്കാരമായിട്ട് പരിഗണിക്കുകയില്ല, അയാൾ തൊട്ട് നോമ്പിന് നോമ്പായിട്ട് പരിഗണിക്കുകയില്ല, ഹജ്ജ് ഹജ്ജായിട്ട് പരിഗണിക്കുകയില്ല,
കാരണം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായവ ഷഹാദത്തിനെ താങ്ങി നിർത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. നിസ്കാരത്തിന് സ്വന്തമായിട്ട് ഇസ്ലാമിൽ അഡ്രസ് ഇല്ല. നിസ്കാരത്തിന് അഡ്രസ് ഉണ്ടാകുന്നത് ഷഹാദത്തുമായിട്ട് നിസ്കാരത്തിന് ബന്ധമുണ്ടാകുമ്പോഴാണ്. നോമ്പിന് സ്വന്തമായിട്ടൊരു അഡ്രസ് ഇസ്ലാമിലില്ല. നോമ്പിന് അഡ്രസ് ഉണ്ടാകുന്നത് നോമ്പ് ഷഹാദത്തുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. ഹജ്ജ്, ഉംറ, ദാനധർമ്മങ്ങൾ, യതീംഖാന, മിസ്കീൻഖാന ഇവകൾക്കൊന്നും അടിസ്ഥാനപരമായി ദീനുൽ ഇസ്ലാമിൽ ബന്ധമില്ല. ഇവകൾക്കൊക്കെ അടിസ്ഥാനപരമായി ബന്ധം വരുന്ന എപ്പോഴാണ്? ഈ ചെയ്യുന്നതൊക്കെ ഷഹാദത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാകുമ്പോഴാണ്. എങ്കിൽ എന്താണ് ഷഹാദത്ത്? ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമാണ് ഷഹാദത്ത്. മാ ഷഹാദ? ഇപ്പൊ ഒന്നും തീരുമാനം വെച്ചിട്ട് മൊലീസ് രക്ഷപ്പെടുന്നുണ്ട്. അത്ര കച്ചവടക്കാർ തൊഴിൽ നിസ്കരിക്കാൻ കയറിയാൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത്രയുടെ പെട്ടി അവർ നോക്കൂലേ? അവിടെ അത്ര വന്നു മീൻ കച്ചവടക്കാരൻ നിസ്കരിച്ച് കഴിഞ്ഞാൽ തൊട്ട പറഞ്ഞിട്ട് തുലാസത്തിന്റെ മീൻ കച്ചവടം. നമ്മളെ കച്ചവടമില്ല. എവിടെ അവസരം കിട്ടുന്ന അവിടെ ഇരിക്കും. അതേ സന്ദർഭം കിട്ടുന്ന അതിന് മുൻകൂട്ടി ക്ഷണിക്കണമെന്ന് ഒരു ശാസ്ത്രമില്ല. മുൻകൂട്ടി ക്ഷണിച്ച് ചത്ത കച്ചവടക്കാരനെ വെച്ചിട്ട് വെക്കും. അല്ലെങ്കിൽ അയാൾ നിസ്കരിക്കാൻ പോകുമ്പോഴേക്ക് കയറി നമുക്ക് ആൾക്കാരൊക്കെ അത്ര കേട്ടോ നല്ല അത്ര ആർക്ക് വേണമെങ്കിൽ കച്ചവടം വേണം. അതേപോലെ തന്നെ ദേവത്തെ കച്ചവടം എവിടെ അവസരം കിട്ടിയാലും അള്ളാഹുവിന് വലിയ പ്രതി കൊടുക്കുക. അത് നമ്മളെ കച്ചവടം അള്ളാഹു ലാഭകരമാക്കി തരാം. അതിന് അവസരം തന്നെ നിങ്ങൾക്ക് അനേകം ലാഭം ഉണ്ടാവും. എല്ലാം ഉണ്ടാവുമല്ലോ ഒരു വഴി. ഇതാണ് ഷഹാദ. ആ സഹോദരിമാരെ കൂടുതലുള്ളത്. സഹോദരന്മാരെ അവിടെ ഇടയ്ക്കിടയ്ക്ക് സഹോദരിമാരെ വിളിക്കാം അല്ലേ? അധികം ആൾക്കാർക്ക് പരാതി സഹോദരന്മാരുടെ അവസ്ഥ വിളിക്കുന്നത് സഹോദരിമാരെ വിളിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ സാധാരണ രാഷ്ട്രീയക്കാരെ എന്താണ് ഷഹാദ? ഷഹാദ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി അടിമകൾ നടത്തുന്ന ഒരു എഗ്രിമെന്റിനാണ് ഷഹാദ എന്ന് പറയുന്നത്. കരാർ. ഷഹാദ രണ്ട് തരത്തിലുണ്ട്. ശർഈയായ ഷഹാദ രണ്ട് തരത്തിലുണ്ട്. രണ്ട് തരത്തിലുള്ള ഷഹാദയാണ്. ഒന്ന് അശ്ശഹാദത്തു ശർഈയ, മറ്റേത് അശ്ശഹാദത്തുൽ കൗനിയ. ശർഈയായ ഷഹാദ സാങ്കേതിക ഷഹാദ. സാങ്കേതിക ഷഹാദ ഏതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അയാളെ എഞ്ചിനീയറെ കൂടിക്കൊണ്ടുപോകുന്നു. പാലമറ്റൊക്കെ തയ്യാറാക്കി ആ ബിൽഡിംഗ് നിർമ്മിക്കാനായി എഞ്ചിനീയറെ നമ്മളെ ഏൽപ്പിക്കുക. എന്നാൽ നീ നാളെ തുടങ്ങിക്കൊണ്ടിട്ടാണ് ഏൽപ്പിക്കുക. അപ്പോൾ അയാൾക്ക് ഉണ്ടാക്കി അയാൾ മറ്റൊരു കരാറിലെത്തില്ലേ? ഇത്ര സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ ഫീറ്റ് ഇത്ര പൈസ, ഇത്ര ദിവസം കൊണ്ട് പൈസ തരണം. അതിൽ കരാറുണ്ടാവില്ല. ആ കരാർ എഴുതി ഒപ്പിട്ടിട്ടല്ലേ എഞ്ചിനീയർ ഏൽപ്പിക്കുക. അതിന് ഷഹാദ പറയാം. SSLC പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വന്നിട്ട് അത് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലേ? അതിന് ഷഹാദ എന്ന് പറയാം. ഈ കുട്ടി ഈ സ്കൂളിൽ 10ാം തരം പഠിച്ച് പരീക്ഷയ്ക്ക് ഇന്ന് പാസ്സായിരിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലേ സർട്ടിഫിക്കറ്റ്? അല്ല അങ്ങനെയല്ലേ? ഇതേപോലെ അള്ളാഹുവുമായിട്ട് അടിമകൾ നടത്തുന്ന ഒരു കരാറിലാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ആർക്ക് ഹിദായത്ത് അള്ളാഹു താല കൊടുത്തോ അവരോട് മാത്രമേ അള്ളാഹു ഷഹാദത്ത് ആവശ്യപ്പെടുന്നുള്ളൂ. ഹിദായത്തില്ലാത്തവരോട് അള്ളാഹു ഷഹാദത്ത് ആവശ്യപ്പെടുന്നില്ല. ഹിദായത്ത് ഓശാരമായി അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഒരു നബിന്റെ കെയർ ഓഫിന് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു റസൂലിന്റെ കെയർ ഓഫിന് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു വലിയന്റെയോ ഷെയ്ഖിന്റെയോ നേതൃത്വത്തിൽ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഹിദായത്ത് അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമയും തമ്മിലുള്ള സ്വകാര്യ ഏർപ്പാടാണ്. ആരെയാണോ അള്ളാഹു താല സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റുള്ള ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കും. അതിന് കെയർ ഓഫ് ഒന്നും വേണ്ട. അതിന് വലിയ ഇൽമു വേണം. ഒരുപാട് നല്ല കിതാബ് പഠിക്കണം. ഒന്നും വേണ്ട. അള്ളാഹു താല അതിന് തെളിവായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹിദായത്ത് ലഭിച്ചവർക്ക്
ഹിദായത്ത് ലഭിച്ചവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഹിദായത്തുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും ശരി എന്റെ അള്ളാഹു മാത്രമേ ഞാൻ ഇടപെടിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ആരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹു അനുവദിച്ച അസ്ബാബുകൾ ഞാൻ ഉപയോഗിക്കുന്നു മാത്രം, പക്ഷെ എന്റെ ഇടപെടലേക്ക് എന്റെ അള്ളാഹുവാണ്. അത് ഞാൻ തീരുമാനിച്ച വിഷയമാണ്. ഈ തീരുമാനിക്കാനുള്ള ആ മാനസികാവസ്ഥ അള്ളാഹു ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും റസൂലിന്റെ കെയറോഫിലോ നബിന്റെ കെയറോഫിലോ ആയിരിക്കില്ല. ഇന്നലെ വരെ ഞാൻ സാധാരണ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇന്നലെ വരെ ദിനേശ് ഗുരുവിന്റെ കുറ്റിയും വലിച്ച് ഒരു കഷ്ണ ട്രൗസറും ഇട്ട് തെക്കോട്ടും വടക്കോട്ടും ഏറാമാറ നടന്നൊരുത്തനായിരിക്കും ഇന്ന് ഹിദായത്തിലെത്തിയിട്ടുണ്ടാവുക. ഇന്നലെ ടൂട്ടിറങ്ങിയിട്ട് പറയുന്നത് എന്തിന്റെ എല്ലാത്തിനും അള്ളാഹു മാത്രം. അതിന് മുട്ടിച്ചെടുക്കലായി, ചെയ്യട്ടലായി, വെടികെട്ടലായി, ഇന്നലെ വരെ ഏറാമാറ നടന്നവരാണ്. അവനെ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ശീലി നേതൃത്വം പറയുക. അപ്പോൾ ഇവനിക്ക് എല്ലാം മനസ്സിലായിരിക്കുന്നത്. 10-15 കൊല്ലം കിതാബോധി, 25 കൊല്ലം മുദരിസായി, 40 കൊല്ലം കാവ്യായിട്ട് നിന്ന വലിയ വലിയ ശേഖന്മാർക്ക് മനസ്സിലാകാത്തതൊക്കെ ഈ ഇവന് ഏറാമാറ നടന്ന ഇവയ്ക്കാണ് മനസ്സിലായത് എന്ന് കമന്റ് അനുഭവില്ലേ. ഓട്ടോമാറ്റിക് ആ സമയത്ത് ധൈര്യമായിട്ട് അവരോട് പറയണം, അതെ എനിക്ക് തന്നെയാണ് മനസ്സിലായത്. നിങ്ങൾ ഈ പറഞ്ഞ കാവ്യാര് അബൂ താലിബിന്റെ മദ്ഹബിലാണ്, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ മദ്ഹബിലാണ്. ധൈര്യമായിട്ട് പറയണം. സെലിഫീച്ചൊക്കെ ഞാൻ പറഞ്ഞൊരു ഉപദേശമാണ്. അവിടെ നിന്ന് ശരിയല്ല ഞാൻ തോന്നിപ്പോലെ ശരിയല്ല, തെറ്റാണ്. 8 കൊല്ലം അഷ്റഫുൽ ഖൽഖിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബോധി പഠിച്ച ആലിമായിരുന്നു അബൂ താലിബ്. അബൂ താലിബ് 8 കൊല്ലം റസൂലുള്ളാഹി നേർക്ക് നേരെ കിതാബോധി കൊടുത്ത ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്ന ലക്ഷോപലക്ഷം ആലിമീങ്ങളുടെ ഇൽമു തുലാസിന്റെ ഉയരത്തിലിടുക. അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പ അബൂ താലിബിന് അല്ലാഹു കൊടുത്ത ഇൽമു തുലാസിന്റെ മറ്റേ തട്ടിലിട്ടാൽ ആ അബൂ താലിബിന്റെ ഇൽമിലാണ് തൂക്കം കൂടുക. കാരണം അത് അഷ്റഫുൽ ഖൽഖിന്റെ നാവിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ചതാണ്. അത്ര ഉയർന്ന നിലവാരത്തിലുള്ള ആളായിരുന്നു അബൂ താലിബ്. പക്ഷെ ആ അബൂ താലിബ് നരകത്തിലാണ്. അബൂ താലിബ് നരകത്തിലാണെന്ന് സംശയിച്ചൊന്നും നരകത്തില്ല. എന്താ കാര്യം? അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുള്ള ഇൽമു കൊടുത്തു. മനസ്സിലാവുന്ന പറയുന്നത് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല, അബൂ താലിബിന് ഇൽമു കൊടുത്തു. കേറോസിൽ ഹിദായത്ത് കിട്ടുമായിരുന്നുവെങ്കിൽ കിട്ടേണ്ടതായിരിക്കാം ഖുറൈശികളുടെ കൂട്ടത്തിൽ വല്ലാഹി അബൂ താലിബിനാണ്. കാരണം അബൂ താലിബിനേക്കാൾ അശ്റഫുൽഖൽഖുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കാണിച്ചാൽ പറ്റില്ല. അതിനെ പറ്റുന്ന കുറിച്ചിട്ടോ എന്നിട്ട് അല്ലാഹു തആല അബൂ താലിബിനെ ഹിദായത്ത് കൊടുത്തില്ല. അബൂ താലിബ് കാഫിറായിട്ട് മരിച്ചു, നേരെ നരകത്തിലേക്ക്. നമുക്കത് പറയാൻ ധൈര്യം, പക്ഷേ വഹീദിനെ സംബന്ധിച്ച് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ മനസ്സിലാക്കുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ കെയർ ഓഫ് ഹിദായത്തിനൊക്കെ കിട്ടുമെങ്കിൽ അത് അബൂ താലിബിന് കിട്ടണമായിരുന്നു. ഒരു കെയർ ഓഫ് ഇല്ലാതെ കിട്ടും, ഒരു കെയർ ഓഫ് ഇല്ലാതെ കിട്ടൂല എന്നാണെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിന് കിട്ടാൻ പാടില്ല. കാരണം ഖത്താബിന്റെ മകൻ ഉമർ ഒരു അരമണിക്കൂർ പോലും അഷ്റഫുൽ ഖൽഖിന്റെ സദസ്സിൽ ഇരുന്നിട്ട് ഖുർആൻ കേൾക്കാൻ നിന്നിട്ടില്ല. മുസ്ലിം ആകുന്നത് വരെ എവിടങ്ങളെ മജ്‌ലിസിൽ ഇരുന്നിട്ട് നേരത്തെ ഖുർആൻ കേൾക്കാൻ വേണ്ടി അബൂ താലിബിന്റെ ഖത്താബിന്റെ മകൻ ഉമർ തയ്യാറായിട്ടില്ല. സ്വന്തം പങ്ങൾ വീട്ടിലുള്ളത് ആഹാസുറത്തോ എന്ന് കേട്ടിട്ടാണ് മൂപ്പന് മനസ്സമാകുന്നത്. ഇവിടെ റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളുകൊടുത്തിട്ട് പോകുന്ന പോക്കിലാണ് നേരെ വീട്ടിലേക്ക് പോയത്. അങ്ങനെയാണ് ഖത്താബിന്റെ മകൻ ഉമറിന് കിട്ടാൻ പാടില്ല. പക്ഷെ ഖത്താബിന്റെ മകൻ ഉമർ സ്വർഗ്ഗത്തിലാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗ്ഗത്തിലാണ്, ഉമർ സ്വർഗ്ഗത്തിലാണ്. തങ്ങളുടെ പെരുമാവ് കൊണ്ട് പറഞ്ഞു, ലൗകാന നബിയും കഴിഞ്ഞിലക്കാന ഉമർ, എനിക്ക് ശേഷം ഒരു നബിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ആ നബി ഉമറാകുമായിരുന്നു. എന്താണ് ഉമറിന്റെ യോഗ്യത? എന്താണ് ഉമറിന്റെ യോഗ്യത? ഒരു യോഗ്യതയില്ല. ഖത്താബ് പറയുമായിരുന്നു, ഖത്താബ് പറയുമായിരുന്നു, ഒരു ഒട്ടകത്തെ നേരെ ചൊവ്വ കിട്ടിയത് ഉമറിന് അറിയില്ലായിരുന്നു. ഉമറിനെ ഒട്ടകത്തിനെ കെട്ടാനായിരുന്നു ബാപ്പ ഖത്താബ്. ഒട്ടകത്തിനെ കെട്ടിയിട്ട് വന്നാൽ ഉമറുടെ ഒട്ടകം കൂടി എത്തിക്കുക. ആ കയറൊക്കെ പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. ഭർത്താവ് പറഞ്ഞത്. പക്ഷേ അല്ലാഹുവിന്റെ ദർബാറിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവരാണ് ആഗ്രഹം. എന്തൊക്കെയോ ആരെയോ യോഗ്യത കൊണ്ടും മുടുക്ക് കൊണ്ടും ഹിദായത്ത് കിട്ടുമായിരുന്നെങ്കിൽ അത് അബൂജഹലിന് കിട്ടണമായിരുന്നു. പക്ഷെ അബൂജഹലിന്റെ അള്ളാഹ് തന്നെ
അബൂജഹലിന്റെ മകൻ ഇക്രിമത്തെ അള്ളാഹു പറയാം. അബൂജഹലിന്റെ മകൻ ഇക്രിമ ജയത്തുലി. ഇവിടെയുള്ള യാതൊരു നമ്മുടെ ഹിദായത്തിനെ പറ്റി ചിന്തിക്കേണ്ടത് പാരമ്പര്യ ഗുണം കൊണ്ടോ തറവാട്ട് ഗുണം കൊണ്ടോ അല്ലെങ്കിൽ അറിവിന്റെ ഗുണം കൊണ്ടോ കുറെ കിതാബുദ്ധി എന്നത് കൊണ്ടൊന്നും ഹിദായത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അള്ളാഹു സെലക്ട് ചെയ്തവർക്ക് മാത്രമുള്ളതാണ് ഹിദായത്ത്. എന്താണ് ഹിദായത്ത്? എന്തിനും ഏതിനും എന്റെ അള്ളാഹ് മാത്രം. അതാണ് ഹിദായത്ത്. ഏതൊക്കെ മനസ്സിൽ സംസ്കരിക്കലില്ല, നോക്കുവെക്കലില്ല, തക്കാത്ത് കൊടുക്കലില്ല, ഇങ്ങനെ ഏതാമാണ് നടക്കലാണ്. പക്ഷെ അള്ളാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വല്ലാഹി ഹിദായത്തില്ല. ശ്രദ്ധിക്കുകയായിരിക്കും. വല്ലാഹി ഹിദായത്തില്ല. അത് നിൽക്കുന്ന ഹിദായത്തിലാവോ? തീർച്ചയായിട്ടും നിസ്കരിക്കുന്ന ഹിദായത്ത് കിട്ടും. പക്ഷെ ഇസ്തിഖാമത്ത് കിട്ടില്ല. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയ ഹിദായത്ത് മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്തുന്നതിന്റെ പേരാണ് ഇസ്തിഖാമത്ത്. മനസ്സിലാകുന്നല്ലോ പറയുക. കിട്ടിയ ഹിദായത്ത് ലൈവാക്കി നിർത്തുന്നതിന്റെ പേരാണ് ഹിദായത്ത്, ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്തിന് വേണ്ടി അമ്മ നിശ്ചയിച്ചത് നിസ്കാരം നോക്ക് സക്കാത്ത് അയച്ചു. ഹിദായത്ത് കിട്ടിയവരാൾ ആ ഹിദായത്ത് ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. ഹിദായത്ത് അമ്പിയാ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ, മറ്റൊരാൾക്കും അള്ളാഹു ഗ്യാരണ്ടി കൊടുത്തില്ല. അതുകൊണ്ടാണ് അമ്പിയാ മുസ്ലിങ്ങൾ മഹസൂമികൾ നമ്മൾ പറയുന്നത്. ഹിദായത്തിന്റെ കാര്യത്തിൽ അമ്പിയാ മുസ്ലിങ്ങൾ ഗ്യാരണ്ടിയാണ്. അത് ആദർശത്തിൽ അള്ളാഹനെ കണ്ടുമുട്ടുന്നത് വരെയും അവർ ഹിദായത്തിലായി. അവർ ഹിദായത്ത് അള്ളാഹു താല സസ്പെൻഡ് ചെയ്ത് കളിയില്ല, ഡിസ്മിസ് ചെയ്ത് കളിയില്ല, ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവില്ല. ചിലപ്പോൾ പരീക്ഷിച്ചിട്ട് വരും ആ ഹിദായത്തിന്റെ മാറ്റി കൂട്ടാൻ, അതിന്റെ ക്യാരറ്റ് കൂട്ടാൻ. യൂനുസ് നബിയെ പരീക്ഷിച്ചതുപോലെ, നൂഹ് നബിയെ പരീക്ഷിച്ചതുപോലെ, ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചതുപോലെ, നമ്മുടെ അഷ്റഫുൽ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി തന്നെ പരീക്ഷിച്ചതുപോലെ. അതെന്തിനാണ്? അത് ക്യാരറ്റ് കൂട്ടാൻ വിട്ട ദർജ കൂട്ടാൻ. നാം അവരിൽ നിന്ന് നേതാക്കന്മാരെ തെരഞ്ഞെടുക്കും. അമ്പിയാ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഇതിന്റെ നേതാക്കന്മാരെ ഞാൻ തെരഞ്ഞെടുക്കും. അവരെ ഞാൻ പൂർണ്ണമായി പരീക്ഷിച്ചു. ആ പരീക്ഷയ്ക്ക് രണ്ട് ജയിച്ച് യത്തീനായപ്പോഴാണ് അവരെ ഞാൻ അയ്യത്തുകളാക്കിയത്. ഇബ്രാഹിം നബിയെ ഇമാമാക്കിയതുപോലെ, ഇബ്രാഹിം നബിയെ ഖലീലാക്കിയതുപോലെ, ഉലുല്ലസ്മുകൾ നൂഹ് നബിയെ പോലെ, മൂസ നബിയെ പോലെ, ഈസ നബിയെ പോലെ എല്ലാറ്റിനും ഉയരത്തിൽ നമ്മുടെ അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹിയെ പോലെ പരീക്ഷിച്ച് ഉറുദു കവി പറയുമായിരുന്നു, മൈലാഞ്ചിയുടെ ഇലകൾ പറിച്ച് വെള്ളത്തിൽ മുക്കി കൈയൊപ്പിച്ചാൽ കളർ കിട്ടൂല, മറിച്ച് വേണം ഇലകളെ രണ്ട് കല്ലുകൾക്കിടയിൽ അരച്ച് മിതിച്ച് വെണ്ണ പോലെയാക്കി തൊട്ടുവെച്ചാൽ കളർ കിട്ടും അല്ലേ? ഇതേപോലെ അല്ലാഹു തആല ഈ ദുനിയാവാകുന്ന ദുനിയാവിന്റെ അധികാരത്തിന്റെയും പണത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല അരച്ച് മെതിച്ച് വെണ്ണ പോലെയാക്കി അമ്പിയാ മുസ്ലിങ്ങളെ അവർ അല്ലാഹുവിന്റെ വേറൊന്നും പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് അന്ന് ഹിദായത്ത് തന്നിട്ടുണ്ടോ ഇല്ലെന്ന് ആദ്യം പരിശോധിക്കുക. അത് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും മനസ്സിലാവില്ല, ഇങ്ങനെ സ്കാൻ ചെയ്താലും മനസ്സിലാവില്ല. ഹിദായത്തിലാണോ ഞാൻ, അല്ലെങ്കിൽ ഇരിക്കുന്ന നിങ്ങൾ, ഈ ഇരിക്കുന്ന മക്കൾ, ഇതൊക്കെ ഹിദായത്തിലാണോ? ഈ ഇരിക്കുന്ന സഹോദരിമാർ ഹിദായത്തിലാണോ? ടെസ്റ്റ് ചെയ്യാം. എന്താണ് ടെസ്റ്റ്? പെട്ടെന്നൊരു പ്രശ്നം വന്നു. ആ പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ ഓർമ്മ വന്നത് ആ പ്രശ്നത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ. ഏതെങ്കിലും ഞങ്ങളൊരു വാടകയ്ക്ക് വീട്ടിൽ താമസം, തേങ്ങ വീട്ട് ഓട് പൊട്ടി, വീട്ടിന്റെ വെള്ളം ചോരാൻ തുടങ്ങി. നമ്മളിന്ന് സാധാരണ ചെയ്യുന്നത് നമ്മൾ തന്നെ നന്നാക്കോ അതോ ഉടമയെ വെച്ച് പറയും? വാടക വീട്ടിൽ താമസം നാട്ടിലെ സമ്പ്രദായം അല്ലേ? ഉടമസ്ഥനെ വിളിച്ചിട്ട് അതേതെ ഓട് പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ ഉടമസ്ഥൻ ചിലപ്പോൾ എന്താ പറയാ, എടാ അതൊന്നും നന്നായിക്കോ, ആ പൈസ വാടകയിൽ തീർക്കാം. എന്നാ ശരിയാണ്. അല്ലാതെയല്ലേ രീതി? എങ്കിൽ പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ യഥാർത്ഥ മാലിക്ക് അല്ലാഹുവാണ്. മാലിക്ക് അറിയിച്ചിട്ട് പോലെ മറ്റേതെങ്കിലും അറിയില്ല. വീട്ടിൽ പെട്ടെന്ന് ഉപ്പ് തീർന്നു, ഭക്ഷണം പാകുമ്പോൾ ഉപ്പില്ല. ആരോട് പറയണം? ആദ്യം ഉപ്പിന്റെ മാലിക്കോട് പറയും. ആരും ഉപ്പിന്റെ മാലിക്ക്? ആരാണ് ഉപ്പിന്റെ മാലിക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ കാര്യങ്ങളുടെയും മുൽക്ക് അല്ലാഹുവിനുള്ളതാണ്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്. സകലതിന്റെയും മാലിക് അല്ലാഹുവാണ്.
ഈ ഒരു മാനസികാവസ്ഥ ആർക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്. നേരെ മറിച്ച് മനസ്സിലാവുന്ന എനിക്കറിയില്ല, പെട്ടെന്ന് ഉപ്പ് തീർന്നു. അപ്പൊ തന്നെ ഫോണെടുത്തിട്ട് ഭർത്താവിനെ വിളിച്ചു കടയിൽ, ഉപ്പിന്റെ രക്തം വരുമ്പോ കുറച്ച് ഉപ്പും കൊണ്ട് വരണമേ. ഇവിടെ എന്താ സംഭവിച്ചത്? ഹിദായത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഡിസ്മിസായി സസ്പെൻഡായി എന്ന് പറയുന്നില്ല, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഓർമ്മ വന്നത് ഭർത്താവിനെയാണ്, ഉപ്പിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിനെയല്ല. മറിച്ച് അള്ളാഹ് ഉപ്പ് തീർന്നല്ലോ, ഒറ്റ വാക്ക്. നാളെ ആഗ്രഹത്തിൽ ആ പെണ്ണിനെ അള്ളാഹു അടുത്ത് വിളിച്ചിരിക്കും. എന്നിട്ട് എല്ലാവരോടും പറയും, ഈ സ്ത്രീയെ അറിയാമോ, ഈ പെണ്ണിനെ അറിയാമോ? ആർക്കറിയാൻ? ഏതോ മൂവാറ്റൂടെ എവിടെയോ താമസിക്കുന്ന ഒരു നാടൻ പെണ്ണിനെ ആർക്കറിയാൻ? അള്ളാഹു പറയും, ഈ പെണ്ണ് ആരാന്നറിയുമോ? അടുക്കളയിൽ പിഴട്ടുകൊടുക്കുമ്പോൾ ഉപ്പ് തീർന്നു. ആ ഉപ്പ് തീർന്നപ്പോൾ ആദ്യമായി ഉപ്പ് തീർന്ന വിഷയം എന്നെയാണ് ഇവളെ അറിയിച്ചത്. പിന്നീടാണ് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇവളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. ആ സമയത്ത് എന്നെ ഓർത്തല്ലോ ഇവള്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആകാശത്ത് നിന്ന് ഉപ്പ് പാക്കറ്റ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്നും ഏതിനും അല്ല മാത്രം ലാശരിക്കല. അതിനൊക്കെ പിന്നെ ഭർത്താവ് അള്ളയും ഭർത്താവും ഇല്ല, അങ്ങനെയില്ല. അള്ളക്കള്ള മാത്രം, പിന്നെ ഭർത്താവ് സുമ്മ വായില്ല. അള്ളയും ഭർത്താവും ചെറുക്കിന്റെ വാക്കാണ്. അള്ളാഹും പിന്നെ ഭർത്താവും അങ്ങനെ പറയണമെന്നാണ് സുന്ദരങ്ങളോട്. സാറവർക്ക് നെല്ലനോട് പറഞ്ഞു, അള്ളയും നിങ്ങളും ഉദ്ദേശിച്ച എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ തിരിച്ചു ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹ്ക്ക് പകരക്കാരനാക്കിയോ? അങ്ങനെ പറയരുത്, നീ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞോ, ഇൻഷാ അല്ലാഹ് സുമ്മ ശിഅ്ത എന്ന് പറഞ്ഞോ. അള്ളാഹു വേണ്ടി വെച്ചെങ്കിൽ പിന്നെ നിമിതങ്ങളും എന്ന് പറഞ്ഞോ. അത്ര സൂക്ഷിക്കണമെന്നില്ല. തൗഹീദ് ഒരക്ഷരത്തിൽ തെറ്റിപ്പോകാൻ പാടില്ല. തൗഹീദ് ഒരക്ഷരത്തിൽ തെറ്റിപ്പോകാൻ പാടില്ല. ഒരക്ഷരം കഴിച്ചാൽ മതി, ഒന്നിക്ക് ഡിസ്മിസ് ആവും, അല്ലെങ്കിൽ സസ്പെൻഡ് ആവും, അല്ലെങ്കിൽ ഡാമേജ് വന്നിട്ട് ഉപയോഗശൂന്യമാവും. ഈ രീതിക്ക് ഒരു മനസ്സിൽ അള്ളാഹുവിന്റെ ഒരു മനസ്സ് കൊടുത്താൽ അവൻ ഹിദായത്തില്ല. നമ്മളോട് അള്ളാഹു തആല പറഞ്ഞു, എനിക്ക് ഈ ഹിദായത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മളോട് പറയുന്ന നിങ്ങൾക്ക് അള്ളാഹ് മാത്രം എന്നായ ആശയം ഇന്നലെ വരെ അള്ളാഹുവിനല്ലാത്ത പലതിന്റെയും പിറകമായ ആളാണ്. ഇപ്പൊ അള്ളാഹ് മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അള്ളാഹ് മാത്രം. വേറൊരു ചർച്ചയില്ല. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല. ഈ രീതിയിൽ മനസ്സിനെ മാറ്റിത്തന്ന നിങ്ങൾക്ക് നിങ്ങൾ ആ തൗഹീദിന്റെ വില മനസ്സിലാകണമെങ്കിൽ അള്ളാഹ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞ അള്ളാഹു തആല. നിങ്ങൾക്ക് കിട്ടിയ തൗഹീദിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വില മനസ്സിലാവും എന്ന് പറഞ്ഞ. പക്ഷെ നമ്മൾ മനസ്സിലാക്കില്ല എന്ന് മാത്രം. നമുക്ക് നമ്മൾ പാരമ്പര്യത്തിൽ കിട്ടിയതല്ലേ. എന്താ അള്ളാഹു പറഞ്ഞത്? ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين معاذ الله. നിങ്ങൾക്ക് തൗഹീദിന്റെ വില മനസ്സിലാകണമെങ്കിൽ നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇമ്രഅത്ത നൂഹിൻ വമ്രഅത്ത ലൂത്ത്, ലൂത്തിന്റെയും നൂഹിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആരാണ് രണ്ട് പെണ്ണുങ്ങൾ? കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നബിമാരുടെ മുസ്ലിങ്ങളുടെ ഭാര്യമാരായിരുന്നു അവര്. പക്ഷെ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ, ഭർത്താവ് റസൂലാണ്, ഭർത്താവ് നബിയാണ്. ആ കെയറോഫിൽ ആ പെണ്ണുങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നാളെ നരകത്തിൽ കരിഞ്ഞൊടുക്കുന്നവരോടൊപ്പം ആ രണ്ട് സ്ത്രീകളെ ഞാൻ ഒടുക്കുന്നതായിരിക്കും എന്നുള്ള പല പറഞ്ഞു സൂറത്തുൽ കാരിയ. ഇതാണ് നിങ്ങൾക്ക് തൗഹീദിന്റെ വില എന്ന് പറയുന്നത്. നബി 900 കൊല്ലം വിചാരിച്ചിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ഇതാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല, സ്വന്തം മകന് ഇതാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവര് കാഫിരീകളായിട്ട് ചത്തു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം 100 കണക്കിന് കൊല്ലം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. പക്ഷെ കിട്ടിയില്ല. ലൂത്ത് നബിന്റെ ഭാര്യയും നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മരിച്ചു. ഇത് ഓർമ്മിപ്പിക്കാൻ അല്ലാഹു നമ്മളെ
നിങ്ങൾക്ക് കിട്ടിയതും ഇതേപോലെ സൂക്ഷിച്ചോ. ഇതാണ് അവസ്ഥ. നിങ്ങളെ സാമർത്ഥ്യം കൊണ്ടും വെടുക്കുകൊണ്ടും നിങ്ങൾ കിതാബോധി പഠിച്ച ഇതിന്റെ വർക്കത്ത് കൊണ്ടൊന്നും അല്ല നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്തിരിക്കുന്നു, വ്യക്തിപരമായി നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഇല്ലാത്ത തന്നിരിക്കുന്നു. നിങ്ങളെ ഇന്നലത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയണ്ട, ഇന്നലെ വരെയുള്ള കഥയൊന്നും എനിക്കറിയണ്ട, ഇന്നലെ വരെ കഷ്ടീമ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നവനായിരിക്കാം, അതൊന്നും എനിക്ക് വിഷയമല്ല. ഹിദായത്ത് ആർക്ക് കൊടുക്കണം? അത് എന്റെ ഇഷ്ടമാണ്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരിമാരെ, നമുക്ക് കിട്ടിയ ഹിദായത്തിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞത്. ആ ഹിദായത്ത് ലൈവാക്കി നിർത്തണം മരിക്കുന്നത് വരെ. ഏത് സമയത്തും അത് അള്ളാഹു തിരിച്ചെടുക്കാൻ സാധ്യതയില്ല. ഞാൻ നല്ല മുവഹിദാണ്, 100 കൊല്ലം തൗഹീദ് പ്രസംഗിച്ച് നടന്ന ആളാണ്, ഞാൻ ഭയങ്കര മുവഹിദാണ്, ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കിതാബ് പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇത് നിലനിന്നൊന്നുമില്ല. എല്ലാമിനും മറൂറാണ് ഏറ്റവും നല്ല ഇൽമുള്ളാണ് ഖുർആൻ. അല്ലാഹു തആല പറഞ്ഞു, ഓ മുഹമ്മദ് നബി, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, മുടുക്ക് കൊണ്ട് രക്ഷപ്പെട്ടേക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്ക്, എന്റെ ഒരു അടിമയെ പറ്റി അവർ പരിചയപ്പെടുത്തി കൊടുക്കും. ആത്തൈനാഹു ആയാത്തിന, എന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ നേർക്ക് നേരെ കൊടുത്തൊരു വ്യക്തിയുണ്ട്, ഉണ്ട്. പക്ഷെ അയാൾ പട്ടിയെ പോലെ ചത്തു എന്ന് പറഞ്ഞ അല്ലാഹു തആല. മസലയിൽ കനിക്ക്, പട്ടിയുടെ ഉദാഹരണം പോലെയാണ് ഉദാഹരണം. അള്ളാഹുവിൽ നിന്ന് ലദുന്നിയായ മാലൂമാത്തുകൾ കരസ്ഥമാക്കി ഉമ്മത്തിനോട് പറയുന്ന അത്രമേൽ ഉയർന്ന വിലായത്തിന്റെ ദർജയിലെത്തി. അവസാനം അള്ളാഹു അയാളെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു, പട്ടിയെ പോലെ ചത്തുകയാണ്. ഖുർആൻ കൊണ്ടല്ല. ഇതാണ് ഈ നയത്തിന്റെ വില വന്നിരുന്നത്. ഏത് സ്ഥലത്തോട് ഞാൻ കുറെ കാലമായിട്ട് മെമ്പർഷിപ്പ് കൊടുത്ത് കീസിലിട്ടിട്ട് നോട്ടീസ് ഒട്ടിച്ച് നടക്കുന്നവരാണ്. അവിടെ എന്റെ ഈമാൻ എന്റെ തൗഹീദിന് കുഴപ്പമൊന്നും വരില്ല. ഞാൻ നാട്ടുകാർക്ക് തൗഹീദിലൊക്കെ നടക്കുന്നത്. വല്ലാഹി ഞാനും കരുതിപ്പോയത്, ഈ സംസാരിക്കുന്ന ഞാനും കരുതിപ്പോകണ്ട, ഈ ഇരിക്കുന്ന നിങ്ങളും സംഘാടകരും ആരും കരുതണ്ട. ഏത് സമയത്തും അല്ലാഹുവിനെ പിൻവലിക്കാം. ഒന്നിക്കൽ ഡിസ്മിസ് ആയിട്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ആയിട്ട് ചുരുങ്ങിയപ്പെട്ട ഡാമേജെങ്കിലും വന്ന് ഉപയോഗശൂന്യമാകാം എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ഔദാര്യമാണ് ഇസ്തിഖാമത്ത്. ഹിദായത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്ക് ഇസ്തിഖാമത്താണ്. എന്താണ് ഇസ്തിഖാമത്ത്? ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോവുക, ലൈവാക്കി നിർത്തുക മരിക്കുന്നത് വരെ. അതിന് അല്ലാഹു തആല ഹിദായത്തെ നിസ്കാരത്തെ തന്നു. അഞ്ചുനേരത്തെ നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? ഹിദായത്തിനെ ലൈവാക്കി നിർത്താൻ വേണ്ടിയുള്ളതാണ്, ഡാമേജ് വരാതെ സൃഷ്ടിക്കാനുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നനി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. അടുത്തായിട്ട് അവിടെ തൗഹീദ് പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു തആല നിസ്കാരത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരത കിട്ടാനുള്ള ഒരു വഴി അല്ലാഹു തആല തന്ന ഒരു സംരക്ഷണ മേഖലയാണ് നിസ്കാരം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചില ബന്ധങ്ങൾ, നിസ്കാരം അല്ലാഹുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ്. പടപ്പുമായിട്ടുള്ള ബന്ധത്തെയും തൗഹീദുമായിട്ട് ഒന്നിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്ത് നിലനിന്ന് പോകാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോളോ. അവിടെ നിസ്കാരത്തെ ബന്ധിപ്പിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹുമായി, ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മാതാപിതാക്കളെയും ബന്ധിപ്പിച്ചു. വേദാന്ത കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അല്ലാഹു തആല ഹിദായത്ത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന അഅമാലുകളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. അതിൽ ഇസ്തിഖാമത്ത് എന്നാണ് പറയുക. ഇസ്തിഖാമത്തിന്റെ വഴിയിൽ ഒന്നാമതായിട്ട് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഷഹാദത്താണ്. ഷഹാദത്താണ്. ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഷഹാദത്താണ്. ഹിദായത്ത് കിട്ടിയ അടിമകളോട് അല്ലാഹു തആല, അതായത് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ വന്നാൽ ആദ്യമായിട്ട് അല്ലാഹു തആല അയാളോട് ആവശ്യപ്പെട്ടത് നിസ്കരിക്കാനല്ല, നോമ്പോക്കാനുമല്ല, മറിച്ച് ഈ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ നീ തയ്യാറുണ്ടോ ഇല്ലേ എന്ന പ്രതിജ്ഞയാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അല്ലാഹു ചോദിക്കുന്നു, തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആ പ്രതിജ്ഞ. അശ്ഹദു. കേൾപ്പിച്ചോ? ഒരുപക്ഷെ നിങ്ങൾ 5ാമത്തെ വയസ്സിൽ മദ്രസയിൽ ചേർത്തപ്പം വല്ലാതെ അതിന് അർത്ഥം വെച്ച് തന്നിട്ടുണ്ടാവും. ആരാധനക്കാർക്ക് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറയുന്നു. 5ാമത്തെ വയസ്സിൽ അന്ന് മൊല്ലാക്ക പറഞ്ഞതിന് ശേഷം എന്തുവരെയും എന്തിന്റെ അർത്ഥമാണ് ഞാൻ അറിഞ്ഞത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താണ് ഞാൻ നാവുകൊണ്ട് പറഞ്ഞതും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താണ് അർത്ഥം മനസ്സിലുറപ്പിച്ചതും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ചിന്തിച്ചത് മുഴുവൻ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്. ഇല്ലേ? 2ാം ക്ലാസ്സിലെത്തിയാൽ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, ഷഹാദത്തില്ല. 3ാം ക്ലാസ്സിലെത്തിയാൽ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, ഷഹാദത്തില്ല. 4ാം ക്ലാസ്സിലെത്തിയാൽ പാഠം 1 നിസ്കാരം, ഷഹാദത്തില്ല. 5ാം ക്ലാസ്സിലെത്തിയാൽ പാഠം 1 നിസ്കാരം, ഷഹാദത്തില്ല. ദർസിൽ പോയാൽ മുത്തഫിക്ക് ആദ്യം, മുത്തഫിക്ക് ബാബുസല 1ാമത്തെ പാഠം, ബാബു ഷഹാദയില്ല.
അതേപോലെ തന്നെ കിട്ടാൻ മതി. പിന്നെ ദർശനെത്തി പാടുന്ന നിസ്കാരം എന്താണെന്നറിയാം, നോമ്പ് എന്താണെന്നറിയാം, ജനാപത്ത് എന്താണെന്നറിയാം, ഹൈൽ എന്താണെന്നറിയാം, നിഫാസ് എന്താണെന്നറിയാം, എല്ലാം അടിച്ചു കുടിച്ച് കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഷഹാദത്ത് മാത്രം അറിയില്ല. കഴിഞ്ഞിട്ടുള്ള ചർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നോക്കി ചേർത്തപ്പോ ഷഹാദത്തിനെ പറ്റി ചർച്ച ചെയ്യണോ, ആദ്യമായി നിസ്കാരത്തിന് ചർച്ചയാണോ? 1-ാം ക്ലാസ് ഇസ്ലാം കഴിഞ്ഞാൽ മഞ്ചല്ലേ, അവരുടെ അറിയില്ല, പറഞ്ഞല്ലേ, ഈമാൻ ഇസ്ലാം അറിയില്ലെങ്കിൽ നരകം അവരുടെ കിടക്കുന്നവർക്കെല്ലാം അറിയാൻ പാടില്ല. അപ്പൊ ഇസ്ലാം 5 കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് സാഹചര്യമായിട്ട് പറയാം. പക്ഷെ 1-ാമത്തെ ഷഹാദ അത് ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ചർച്ച ചെയ്യുമ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. നമ്മൾ ചർച്ച ചെയ്തത് ഷഹാദയാണ്. 1-ാമത്തെ കാര്യമായ ഷഹാദ. സലഫിയത്തിന്റെ രാജമാർഗം അതിനുവേണ്ടിയുള്ളതാണ്. ഷഹാദയെ ചർച്ച ചെയ്യാനുള്ളതാണ്. കാരണം നിസ്കാരം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്, നോമ്പ് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്, സക്കാത്ത്, ഹജ്ജ് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഷഹാദത്ത് ചർച്ച ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് സലഫിയത്തിന്റെ വില. ഏതാണ്ട് 100-102 കൊല്ലത്തോളമായി കേരളത്തിലെ ജനങ്ങൾക്ക് ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈ സലഫി പ്രസ്ഥാനം, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം. 102 കൊല്ലത്തോളമായി കേരള ജമിയത്തുൽ ഉലമ ഈ ജോലി. ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ 300 കൊല്ലം മുമ്പ് തുടങ്ങി വെച്ചതാണ് ഷഹാദത്തിനെ പറ്റിയുള്ള ചർച്ച. 1430 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് 1430 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് അതിൽ ഏതാണ്ട് 1100 കൊല്ലത്തോളം യമനിൽ നിന്ന് വന്ന സൂഫി ശൈഖന്മാര് ജാറങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഇസ്ലാമിന്റെ 4 കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുകയായിരുന്നു. ഷഹാദത്തിനെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ ജാറങ്ങളെ കൊണ്ട് ബാത്തിലായി. മുഹമ്മദ് റസൂലുള്ളാഹിയുള്ള ഷഹാദ തരീഖത്തുകളെ കൊണ്ട്, ശൈഖുകളെ കൊണ്ട് ബാത്തിലായി. ജീവിതം ജയിച്ചു, നാം തോറ്റു. അത് പുനർജീവിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഷഹാദത്തിനെ പുനർജീവിപ്പിക്കുക. അതിൽ പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശത്രുക്കൾ, ഷഹാദത്തിന്റെ ശത്രുക്കൾ ആരാണ്? ജാറത്തിന്റെ ആൾക്കാർ. ഷഹാദത്തിന്റെ ശത്രുക്കൾ, 2-ാം ഷഹാദത്തിന്റെ ശത്രുക്കൾ തരീഖത്തിന്റെ ആൾക്കാർ. ഈ 2 കൂട്ടക്കാർക്കും ഇത് പിടിക്കൂല. അവരാണ് നമുക്കെതിരെ യുദ്ധം കഴിച്ചു വിട്ടത്. ഷഹാദത്ത് നമ്മൾ പറയുന്ന ആൾക്കാർ 1100 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്ത് ദരിദ്രി മഹത്വം പൊന്നാനി വലിയ പള്ളിയിൽ വെച്ചാണ് ആദ്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നത്. ഷഹാദത്ത് നിലനിർത്താൻ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഖബറുകൾ പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ദരിദ്രി മഹത്വം. ഇപ്പോ 300 കൊല്ലം മുമ്പ് വഹാബികളാണോ ഖബർ പൊളിക്കാൻ ആദ്യമായിട്ട് പറഞ്ഞത്? മുജാഹിദുകളാണോ ഖബർ പൊളിക്കാൻ പറഞ്ഞത്? മുജാഹിദുകൾ വന്നിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. 400 കൊല്ലമായി ദരിദ്രി മഹത്വം ഇത് പറഞ്ഞു വെച്ചിട്ട് ആദ്യം തന്റെ കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാക്കണമെങ്കിൽ ഇവിടെ ഖബറുണ്ടാകാൻ പാടില്ല, ജാറങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് റസൂൽ സഹിയാക്കണമെങ്കിൽ ഇവിടെ തരീഖത്ത് ശൈഖ് ഉണ്ടാകാൻ പാടില്ല. അതാര് പറഞ്ഞു വെച്ചത്? ശൈഖ് ദരിദ്രി മഹത്വം പറഞ്ഞു വെച്ചത്. അതിനനുബന്ധമായിട്ടാണ് 1924 കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. അതിനുശേഷം എന്നിട്ടും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 1950-കളിലാണ് KNM ഉണ്ടായിരുന്നത്. അപ്പൊ KNM-ഉം സലഫികളും വഹാബികളുമാണോ ഇവിടെ ആദ്യമായിട്ട് തൗഹീദ് പറയാൻ തുടങ്ങിയത്? 300-400 കൊല്ലം ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തുടങ്ങി വെച്ചതിനെ ഇവിടെ KNM ഏറ്റെടുത്തു. അതാണ് KNM-ന്റെ പ്രസക്തി, അതാണ് ജമിയത്തുൽ ഉലമയുടെ പ്രസക്തി. വേറെ എന്ത് പോരായ്മകൾ പറഞ്ഞാലും, ആരെന്ത് പറഞ്ഞാലും അതിന്റെ പ്രസക്തി, രാജകീയതയുണ്ട്. എന്താണ് രാജകീയത? 102 കൊല്ലമായി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷഹാദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഷഹാദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം. എന്താണ് ഈ അർത്ഥം? അർത്ഥം പറഞ്ഞാൽ അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അർത്ഥം പറഞ്ഞ് മനസ്സുറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറയുന്നു പറഞ്ഞാൽ മനസ്സിലാവും. നേരത്തെ ഹിദായത്തിന്റെ മലയാളർത്ഥം പറഞ്ഞ പോലെയാണ്, സന്മാർഗം എന്ന് പറഞ്ഞ പോലെയാണ്. റബ്ബിനെ രക്ഷിതാവാക്കിയെന്ന പോലെയാണ്. റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ് എന്ന് അർത്ഥം വെച്ചത് പോലെയാണത്. അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി. എന്തിന്റെ അർത്ഥം അറിഞ്ഞത്? എന്താണ് മനസ്സിലുറപ്പിച്ചത്? എന്താണ് നാവുകൊണ്ട് ഒഴിവാക്കിയിട്ടുള്ളത്? ഉസ്താദ് എന്തോ പഠിപ്പിച്ചതിലുണ്ട്, ഞാൻ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്തായിട്ടില്ല. 1-ാം ക്ലാസ്സിൽ ചേർത്തപ്പോൾ ഉസ്താദ് ആദ്യത്തെ കൊല്ലം തന്നെ 5-ാമത്തെ വയസ്സിൽ പഠിപ്പിച്ചതാണ്. പിന്നെ 2, 3, 4 നിസ്കാരം, ഹൈദി, നിഫാസ്, ജനാബത്ത്, ഉദു, കുളി, അങ്ങനെ പോകുകയായിരുന്നു. ഈ ഷഹാദത്ത് ചർച്ച ചെയ്തിട്ടില്ല. എനിക്കൊന്നും നാം പറയുന്നില്ല ഷഹാദത്ത് എന്താണ് നാം പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നാം രക്ഷപ്പെടൂല. നമ്മൾ ആലോചിച്ചുകൊണ്ടുള്ള ഭൂലോകത്ത് നശിപ്പിക്കും മഗ്രിബിലുമുള്ള 350 കോടി മുസ്ലിമീങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് ഷഹാദത്തിനെ മുടിവെച്ചതിന്റെ പേരിലാണ്. ഇസ്ലാമിന്റെ 1-ാമത്തെ കാര്യമായ ഷഹാദ പുനർജീവിപ്പിക്കൽ മാത്രമാണ് മുസ്ലിം ലോകത്തിന്റെ രക്ഷ. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും, അപ്പുറത്ത് അമേരിക്കയും, ഇപ്പുറത്ത് റഷ്യയും, ഇപ്പുറത്ത് ഇന്ത്യയും, അപ്പുറത്ത് പാകിസ്ഥാൻ, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൂടി മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ മെനക്കെട്ടാലും വല്ലാഹി രക്ഷപ്പെടാൻ പോകുന്നില്ല ഷഹാദത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു വന്നാലല്ലാതെ. എന്താണ് ഷഹാദ? അശ്ഹദു, അല്ലാഹുവേ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്.
ഞാൻ ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്നു മുതൽ ഞാൻ നിന്നെ മാത്രമേ അറിയിക്കുള്ളൂ, നിന്നെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുള്ളൂ. നിനക്ക് നിത്യൻ പകരക്കാരായിട്ട് ഒരാളെ ഞാൻ കാണൂല, നിനക്ക് ശരീക്കൻ പാർട്ട്ണറായിട്ട് ഞാൻ ഒരാളെ കാണൂല. അതേപോലെ തന്നെ റഹീറൻ, എനിക്ക് സഹായിയായിട്ട് ഒരാളെ ഞാൻ അവതരിപ്പിക്കൂല. ഷഫീഅൻ, എനിക്ക് ശുപാർശകനായിട്ട് ഞാൻ ഒരാളെ അവതരിപ്പിക്കൂല. വസീലൻ, ഇടയാളായിട്ട് ഞാൻ ഒരാളെ അവതരിപ്പിക്കൂല. ആ രീതിയിൽ നീ മാത്രം എന്റെ ജീവിതത്തിന്റെ 24 മണിക്കൂർ, അടിക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, അല്ലാഹുവേ നീ മാത്രം അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അല്ലാഹു തആല ചോദിക്കുന്ന ഹിദായത്ത് നൽകപ്പെട്ട നമ്മളോട്, നിന്റെ ഒന്നാമത്തെ കരാർ ഞാൻ അംഗീകരിക്കുന്നു, നീ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? നീ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? അത് നീ പറയുന്ന വിഷയങ്ങൾ ഞാൻ സയന്റിസ്റ്റുകളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യും, സയൻസ് പരിശോധിക്കും, അത് കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുവരും. അപ്പൊ അശ്ഹദു അന്ന സയൻസ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സയൻസ് റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞാലും ഇത് സയൻസിൽ ഒപ്പിച്ചിട്ട് പറയുന്ന വിഭാഗം, അവരാണ് സയൻസ് റസൂലുള്ളാഹി. വേറെ കൂട്ടക്കാര് അത് ഞാൻ സ്വന്തം എന്റെ ലോജിക്ക് അനുസരിച്ച് ഞാൻ ചിന്തിക്കും, ഞാൻ ഗവേഷണം ചെയ്യും. അപ്പൊ ഹവാ റസൂലുള്ളാഹി അങ്ങനെ പിന്നെ ഒരാള് അതെന്റെ ഷെയ്ഖ്, ഞാനൊരു ബയ്യത്തിൽ ഷെയ്ഖിന് ആ ഷെയ്ഖ് എന്താ പറയുന്നത് പോലെ കേൾക്കും. അപ്പൊ ഷെയ്ഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ നിയോഗിച്ചയച്ച റസൂലുണ്ട് മുഹമ്മദ്. ആ മുഹമ്മദിനെ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിയിക്കും. തയ്യാറുണ്ടോ? തയ്യാറാണ് അല്ലാഹുവേ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ വാശഹദു, ഇനിയും ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് എന്ന വ്യക്തി അബ്ദുല്ലാന്റെ മോൻ, ആമിനാന്റെ മോൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, ഖുറൈശി തറവാട്ടിന്റെ പൊന്തിരി, അതെ ഇസ്മായിലിന്റെ പേരക്കുട്ടി, ഇബ്രാഹിമിന്റെ സന്തതി, ആ മുഹമ്മദ് നീ നിയോഗിച്ചയച്ച റസൂല, അത് ഞാൻ ജീവിച്ച് തെളിയിക്കുന്നതാണ്. അള്ളാഹ് കൊടുക്കുന്ന കരാറാണ്, അത് ഞാൻ ജീവിച്ച് തെളിയിക്കുന്നതാണ്. ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട്, വളരെ ചെറിയ കാര്യത്തിൽ പോലും അത് തെളിയിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഒരാൾ ബാർബർ ഷാപ്പിൽ കയറി, ഒരാജ്ഞാൻ ബാർബർ ഷാപ്പിൽ കയറി. ഇതിന് മുമ്പൊക്കെ അയാൾ ബാർബർ ഷാപ്പിൽ കയറിയാൽ അയാൾ പറയും ഷേവ് ചെയ്തോണാൻ, ക്ലീൻ ഷേവ് രാവിലെ ചെയ്തോളും. ഇപ്പൊ അയാൾക്ക് ഇച്ചിരി ഷഹാദത്തിന്റെ പിടുത്തം കിട്ടി. ഷഹാദത്ത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ബാർബർ ഷാപ്പിൽ പോയിട്ട് പറഞ്ഞു, എടാ ഷേവ് ചെയ്യണ്ട. അതാച്ചാല് എത്ര കൊല്ലം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം തന്നെ പുതിയ ചില വിഷയങ്ങളുള്ള എന്താണ്, നീ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കേൾക്കാറില്ലേ? എന്താ പറഞ്ഞ വാക്കിനകത്ത് എനിക്ക് മനസ്സിലായോ? ഇല്ല, എനിക്കും മനസ്സിലാക്കിയാടാ പറയാൻ ഇപ്പൊ മനസ്സിലായി. ആ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളില്ലേ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ മുഹമ്മദിന്റെ നിസാരത്തിനെ ഫോളോ ചെയ്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ആ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനും അതാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥന. അപ്പൊ താടിയുടെ കാര്യത്തിൽ എനിക്ക് മുഹമ്മദ് റസൂല പരിഗണിക്കണം. അപ്പൊ ബാർബർ ആകെ 60 ലക്ഷം മധുവോ ഇതിനാമലമായിട്ടായിരിക്കും. എനിക്ക് ഭയങ്കര അതിശയം. അതെങ്ങനെ ഇതിനെ അച്ഛനെ തെളിയിക്കാൻ അത് പറഞ്ഞുതരണം. 3 രീതികൾ തെളിയിക്കണം. താടി 3 തരമാണ്. 1 മത്സ്യത്തിന്റെ താടി, 2 ഇത്താഴത്തിന്റെ താടി, 3 ഇത്തിബായിന്റെ താടി. ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. മടുപ്പ് വരുമ്പോൾ നിർത്താൻ തന്നെ അപ്പം നിർത്തില്ല. അതിന് ഒരു മിടിയില്ല. വാഹൃ തരുവാനാണ് ഇഹമില്ലാതെ കാണാൻ പഠിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള താടി. 1 മത്സ്യത്തിന്റെ താടി, അതെന്ന് വെച്ചാൽ പാപകരമായ താടി. പാപം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ മുഹമ്മദ് റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തത് മുഹമ്മദിനെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കൂല എന്നാണ്. എങ്കിൽ പിന്നെ എന്താ പാപം? ക്ലീൻ ചെയ്തു പാപത്തിന്റെ താടിയാണ്. ഇതെന്റെ ഷഹാദത്തിനെതിരാണ് മോനെ, ഞാൻ ചെയ്യില്ല. ക്ലീൻ ചെയ്തു ഞാനിത് ചെയ്യില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യേണ്ടത് ആ മുഹമ്മദ് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. എന്നിട്ടേ ചെയ്യേണ്ടതിലേക്ക് കടക്കാം. അത് വിശാലമായ ചർച്ചയ്ക്ക് വിഷയങ്ങളാണ്. അതുകൊണ്ട് ഈ താടി വടിക്കുന്ന പ്രശ്നമില്ല മോനെ. ഇനി എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പറ. എടാ, ഒന്നിപ്പിൽ ഇത്താഴത്തിന്റെ താടി അല്ലെങ്കിൽ ഇത്തിബായിന്റെ താടി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ തൽക്കാലം ഇത്താഴത്തിന്റെ താടി വെച്ചാണ്. ഇത്താഴത്തിന്റെ താടി അതെന്താ വെച്ചാല് അനുസരണത്തിന്റെ താടി.
അപ്പൊ ഇത്തിബാവും അനുകരണത്തിന്റെ താടി എന്താ പറയുന്നത്? നിങ്ങൾക്ക് മലയാളം പഠിച്ച വലിയ ഓഫീസർമാരായിരിക്കും ലയിക്കുന്നവരുടെ മനക്കെ. നിങ്ങളൊക്കെ ഈ നാമക്കുറ ഭാഗത്തുള്ളവർ മൂവാറ്റോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിദ്യാഭ്യാസം നോക്കാനല്ലേ നമുക്ക് മനസ്സിലാവും. ഇത്താഴത്തിന്റെ താടി, അനുസരണത്തിന്റെ താടി എന്നുവെച്ചാൽ ശരീഅത്തിന്റെ നിയമത്തിൽ ഞാൻ പ്രവാചകനെ അനുസരിക്കുന്നവനാകണം. ശരീഅത്തിന്റെ നിയമത്തിൽ ഞാൻ പ്രവാചകനെ അനുസരിക്കുന്നവനാവണം. അപ്പൊ നിയമത്തെ ഞാൻ അനുസരിക്കുന്നത് അനുസരണത്തിന് താടി. അതെങ്ങനെയാ? അത് ഇമാം ഷാഫിയെ പോലുള്ള വ്യാഖ്യാനിച്ചത് രോമങ്ങൾക്കിടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത രീതിയിലെങ്കിലും താടി വേണം. ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് തഹാത്തുബിന്റെ സമയം അഭിമുഖം സംസാരിക്കുമ്പോൾ രോമത്തിന്റെ ഇടയിലൂടെ തൊലിയുടെ നിറം തിരിയാൻ പാടില്ല, അത്രയെങ്കിലും താടി വേണം. നമ്മളെ ഷാഫിത്താടി, കേരളത്താടി ഇല്ലേ? കേരളത്താടിക്ക് ഷാഫിത്താടി എന്ന് പറയാം. ഇപ്പൊ അങ്ങനെ വരും. അവിടെ ഷാഫികളാണ് അധികം, ഷാഫി ഉപയോഗങ്ങളാണ് അധികം അങ്ങനത്തെ താടി വെക്കുക. ഇതാണ്. അപ്പൊ നിയമാനുസരണ ശരീരത്തിനനുസരിക്കുന്നവനാണ്. അപ്പൊ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്ത് ഇത്താഅത്തിൽ യാഥാർത്ഥ്യമാക്കി. മാഷാ അല്ലാഹ്, അവർ തെറ്റ് ചെയ്തില്ല. ആ പ്രതീക്ഷ പൂർത്തിയാക്കി. കുറച്ചും കൂടി പുരോഗതി പ്രാപിച്ചാൽ ഇത്തിബായിന്റെ താടിയാവും. കുറെ നാളിങ്ങനെ ആചാര്യ വന്നു. ആചാര്യ നമുക്ക് മധുവിനോട് പറയണം, മധു ഞാൻ ഇത്താഴത്ത് വിട്ടിട്ട് ഇത്തിബായിലേക്ക് കടന്നതാണ്. ഇവിടെ ഇത്തിബാൽ അനുകരണം. അനുസരണം നിയമത്തെയാണ്, അനുകരണം വ്യക്തിയാണ്. അനുസരിക്കുന്നത് നിയമത്തെയാണ്, അനുകരിക്കുന്നത് വ്യക്തികളെയാണ്. ഞാൻ ഇന്നു മുതൽ മുഹമ്മദ് നബിയെ അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അതെന്താ? മുഹമ്മദ് നബി എന്താ ചെയ്തിരിക്കുന്നത്? മുഹമ്മദ് നബി താടി വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, മീശ ഈ വെട്ടി ചെറുതാക്കിക്കൂടി താടിയൊക്കെ വിട്ടേക്കുന്നതുണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ അയ്യഫാവില്ല, താടി സമൃദ്ധിയായിട്ട് വളർത്തുക. ഇത് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ സുന്നത്ത. ഇനി മുതൽ ഞാൻ അങ്ങനെയാണ്. ഇതൊക്കെ മത്സ്യത്തിന്റെ താടിയും ഇത്താഅത്തിന്റെ താടിയും ഇത്തിബാന്റെ താടിയും മനസ്സിലായല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി ഉറപ്പാതാണ്. അപ്പൊ ഷഹാദത്ത് സഹിയാകാൻ ഈ 3 രീതിയിലെങ്കിലും ജീവിതം വേണം. ഒന്ന്, തെറ്റായ കാര്യം വർജിക്കണം, അതിന് പിന്നെ എക്സ്ക്യൂസ് ഇല്ല. ശരിയായ കാര്യം പ്രവർത്തിക്കണം, അത് 2 വകുപ്പുണ്ട്. ഒന്ന്, ചുരുങ്ങിയ പക്ഷം നിയമാനുസൃതമെങ്കിലും ആയിരിക്കണം. 2, പുരോഗതി പ്രാപിച്ച് പിന്നെ അനുകരണാവസ്ഥയിലേക്ക് എത്തണം. നിബിധങ്ങൾ എങ്ങനെയാ? സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ തന്നെ വസ്ത്രത്തിന്റെ കാര്യം നമ്മൾ ഷഹാദത്ത് പറഞ്ഞവരല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ത് പറഞ്ഞോ അതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അശ്ഹദു. അതെങ്ങനെ ജീവിക്കും? മുഹമ്മദ് റസൂലുള്ളാഹി എന്ത് പഠിപ്പിച്ചെന്നോ അങ്ങനെ ജീവിക്കാൻ തയ്യാറാണ്. അപ്പൊ 2ാമത്തെ ഷഹാദത്ത് ശരിയായി. ഇപ്പൊ നിങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യം, നാസിയത്തിന്റെ വസ്ത്രം, ഇത്താഅത്തിന്റെ വസ്ത്രം, ഇത്തിബായിന്റെ വസ്ത്രം. ഇത് പഠിക്കും നിർത്തും ഞാൻ. എന്തായാലും നിർത്തുന്ന ആൾക്കാർക്ക് പറയുന്നത് ഉറങ്ങാതിരിക്കാൻ. ആ ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്, ഞാൻ ചോദിച്ച ഉറങ്ങുന്ന മസാല പറഞ്ഞു നിർത്തും. ഞാൻ പള്ളിയിൽ ഉണ്ടാകുന്ന അങ്ങനെ വിളിക്കുന്നത് ക്ഷീണം വരുന്ന ഉച്ചയ്ക്ക് ചോറ് നിന്നാൽ പിന്നെ ഉറക്കം നിർത്തുന്നതാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ് എനക്കൊന്നും നിർബന്ധത്തില്ല, എനിക്ക് മാത്രമല്ല. അപ്പൊ പെണ്ണുങ്ങളുടെ വസ്ത്രം, മത്സ്യത്തിന്റെ വസ്ത്രം. എന്താണ് മത്സ്യത്തിന്റെ വസ്ത്രം? പെണ്ണുങ്ങൾക്ക് ഔറത്ത് പുറത്താക്കിക്കൊണ്ടുള്ള വസ്ത്രം. ഔറത്ത് ഏതാണ്? മാസിബൽ വജ്ഹി വൽ കഫൈ, മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവനും പെണ്ണുങ്ങൾക്ക് ഔറത്താണ്. ഇത് അച്ചിക്കളവിയാണെങ്കിൽ മറച്ചേ പറ്റൂ. അത് ഇത്താഅത്തിന്റെ വസ്ത്രമാണ്, ഔറത്ത് മറക്കാനുള്ള വസ്ത്രം. 2 വസ്ത്രമാണ് സ്ത്രീകൾക്ക്. ഒന്ന് ഇത്താഅത്തിന്റെ വസ്ത്രം, മറ്റൊന്ന് ഇത്തിബായിന്റെ വസ്ത്രം. ഇത്താഅത്തിന്റെ വസ്ത്രം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവനും മറച്ചാൽ അവര് നിയമത്തെ അനുസരിച്ച് ഇരിക്കുന്നവരുണ്ട്. നിയമത്തെ അനുസരിച്ച് മാഷാ അല്ലാഹ്. നേരെ കുറച്ചൊരു കഷ്ണം മറ്റേതിനും കൂടി ഇടിച്ച് കെട്ടിച്ച് നടക്കുന്നത് ശരീരത്തിന്റെ ഭാഗങ്ങൾ ഹറാമിന്റെ വസ്ത്രമാണ്. അത് അനുഭവിച്ചേ പറ്റൂ. ഈ ദുനിയാവിൽ നാളെ ആകും അത് അനുഭവിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാനൊന്നുമില്ല അനുഭവിക്കുന്ന കാര്യം. കേരളത്തിലടക്കം മത്സ്യത്തിന്റെ വസ്ത്രക്കാരൊക്കെ നന്നായിട്ട് അല്ലാഹു തആല കൈകാര്യം ചെയ്തു. പക്ഷെ അന്ന് കൈകാര്യം ചെയ്യാൻ മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. ഇത്താഅത്തിന്റെ വസ്ത്രം, സഹോദരിമാരൊക്കെ ഇത്താഅത്തിന്റെ വസ്ത്രക്കാരാണ്. മുങ്ങയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള കാര്യം നിർബന്ധമായിട്ട് മറക്കുന്നവരാണ്. പക്ഷെ ഇത്തിബായിലെത്തണം. അപ്പോൾ ആ ഷഹാദത്ത് പൂർത്തിയായി. റസൂലുള്ളാഹി ഞങ്ങൾ എങ്ങനെയാണോ ഭാര്യ മക്കളെ കൊണ്ട് ധരിപ്പിച്ചത് അതേപോലെ അതെങ്ങനെയാണ്? മുഖവും മുൻകൈയും സീനത്തിന്റെ വസ്ത്രം. ഔറത്തിന്റെ വസ്ത്രം, സീനത്തിന്റെ വസ്ത്രം. ഔറത്ത് മറക്കുക, സീനത്ത് മറക്കുക. ഔറത്ത് മുൻകൈയും മുഖം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലമാണ്. അതിനാണ് മറച്ചാൽ അയാൾ ഇത്താഅത്തിന്റെ ആളായി. നേരെ മറിച്ച് മുഖവും മുൻകൈയും അതും കൂടി മറച്ചാൽ ഇത്തിബായിന്റെ ആളായി. അശബലത്തിന്റെ ഭാര്യമാര് ഇത്തിബായിന്റെ വസ്ത്രക്കാരായിരുന്നു. ഫാത്തിമ അടക്കമുള്ള മമ്മക്കള് ഇത്തിബായിന്റെ വസ്ത്രക്കാരായിരുന്നു. അപ്പോൾ പെണ്ണ് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ മുഖവും മുൻകൈയും മറക്കുക എന്നുള്ളത് ഇത്തിബായിന്റെ ഭാഗമാണ്.
ഇത്തിബായിന്റെ ഭാഗമാണ്. അതേ അവസരത്തില് ഇത്താഴത്ത് മാത്രം മതി ആർക്ക്? 7 കൂട്ടക്കാർക്ക്. ഭർത്താക്കന്മാരുടെ മുമ്പിൽ സീനത്ത് മറക്കണമെന്നില്ല, അവർക്ക് മറച്ചാൽ മതി. ഭർത്താക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ ബാപ്പാന്റെ മുമ്പിൽ സീനത്ത് മറക്കണ്ട, അവർക്ക് മറച്ചാൽ മതി. ബാപ്പാന്റെ മുമ്പിൽ സീനത്ത്, ഒരു പെണ്ണിന്റെ സീനത്ത് ഏതാ? പെണ്ണിന്റെ സീനത്ത് ഏതാ? ഒരു പെണ്ണ് കല്യാണം ആഗ്രഹത്തിന് ആണ് കാണാൻ പോയില്ല, പെണ്ണിനെ കാണാൻ പോയ പെണ്ണിന്റെ ഏത് ഭാഗം നോക്കുക? പേടി പോയി നോക്കുക മുഖം അല്ലേ? അമ്മമ്മക്കറിയാം. എന്താ ഈ മുഖം നോക്കുന്നത്? കണ്ടിട്ടോ നോക്കാനാ? സൗന്ദര്യം നോക്കാനല്ലേ? വല്ലാഹി പെണ്ണിന്റെ സൗന്ദര്യം മുഖമാണ്, യാതൊരു സംശയമില്ല കാര്യത്തില്. 2 കൈ നോക്കാം, പിന്നെ ബാക്കിയുള്ളതെല്ലാം കിട്ടുന്നൊരു ഉമ്മയും മകന്മാർക്ക് നോക്കിക്കോണം. ഇവനിക്ക് അനുവാദം മുഖവും കൈവല്ല, കൈന്റെ പുറം. ഇതിനാണ് നിറന്നൊക്കെ. ഇത് വൃത്തിക്കാണോ, കറുത്തിക്കാണോ, എഴുതിക്കാണോ, വൃത്തിക്കാണോ ഉണ്ടാവില്ല. പുതിയപ്പൊക്കെ അവർക്ക് അനുവാദമുണ്ട്. അപ്പൊ മുഖവും ജീവിതത്തിന്റെ ഭാഗമാണ്. സംശയമില്ല, സംശയമില്ല. ആൾക്കുടുങ്ങി മുഖവും മുഖവും ദീനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ദീനത്തെ മറക്കാൻ നിർബന്ധമാണ്. സ്ത്രീകൾ അവരുടെ ദീനത്ത് പുറത്താക്കാതിരിക്കട്ടെ. ഇല്ല അതി മുഴുവത്തില്ല. ഭർത്താക്കന്മാരുടെ മുമ്പിൽ എപ്പോഴും മുഖമർച്ച നടക്കണമെന്നില്ല. ഔ ആബാഇഹിന്ന, ഉപ്പാന്റെ മുമ്പിൽ എപ്പോഴും മുഖമർച്ച നടക്കണമെന്നില്ല. ഔ അബിനാഇഹിന്ന, ആമക്കളുടെ മുമ്പിലും. ഔ അബിനാഇ ഔ ആബാഇ മുഴുവത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ ബാപ്പാന്റെ മുമ്പിലും ദീനത്ത് മറക്കണമെന്നില്ല, അവർക്ക് മറച്ചാൽ മതി. ഔ അബിനാഇഹിന്ന, ആമക്കളുടെ മുമ്പിൽ അവർക്ക് മറച്ചാൽ മതി, ദീനത്ത് മറക്കണ്ട. ഔ അബിനാഇ മുഴുവത്തിഹിന്ന, ഭർത്താവ് വേറെ വിവാഹം കഴിച്ചിട്ട് അതിൽ ആമക്കളുണ്ടെങ്കിൽ അവർക്കും അവരുടെ മുമ്പിലും ഈ പെണ്ണിന് മുഖം മറക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മറച്ചാൽ മതി. ഔ ഇഹ്വാനിഹിന്ന, ആങ്ങളാരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ ദീനത്ത് മറക്കേണ്ട, അവർക്ക് മറച്ചാൽ മതി. ഔ ബനി അഖവാത്തിഹിന്ന, പിന്നെ ഏട്ടത്തിന്റെ അന്യത്തിന്റെ ആമക്കളുടെ മുമ്പിൽ. ഒരു പെണ്ണ് അവളെ ഏട്ടത്തിന്റെ ആമക്കള്, അന്യത്തിന്റെ ആമക്കൾ, സ്വന്തം മക്കളെ പോലെ അവരുടെ മുമ്പിലും മറക്കണ്ട. ഔ ബനി ഇഹ്വാനിഹിന്ന, ആ കൽപ്പന എങ്ങനെ പൂർത്തിയാക്കണം? മുഹമ്മദ് റിസാലത്ത് അനുസരിച്ച് പൂർത്തിയാക്കണം. ഇതിൽ ഞാൻ തയ്യാറാണ്. ശരിക്കും ശാസ്ത്രത്തിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലായില്ല. അതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ താടിയും വസ്ത്രവും അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയില്ല. അപ്പൊ മത്സരത്തിന്റെ താടി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ, മുഹമ്മദ് മുസ്തഫ ചെയ്തിക്കെതിരെ. ഇത്തിബായിന്റെ താടി അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതിന് ഇത്താഴത്തെ മാത്രം പരിഗണിച്ചു, നിയമത്തെ മാത്രം പരിഗണിച്ചു, പ്രവാചകനെ പരിഗണിച്ചില്ല. 3ാമത്തെ രീതി ഇത്യാഗത്തിന്റെ താടി അള്ളാഹിന്റെ കൽപ്പനയും പരിഗണിച്ചു, മുഹമ്മദ് മുസ്തഫ എങ്ങനെയാണ് താടിവെച്ചത് അതേപോലെ. അത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത്. അത് പുസ്തകത്തിൽ താടിയെ പറയാനുള്ളൂ ചിന്തിച്ചു പോകണം. ഞാൻ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം വന്നു. അതിൻ്റെയൊക്കെ ബാക്കി അലാമത ഇതിനെ നിങ്ങൾ വ്യത്യാസമായിക്കൊള്ളാം ബാക്കിയുള്ള കാര്യം. അതേപോലെ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ഹറാമായ വസ്ത്രം, അവിടുത്തെ പുറത്താക്കുന്ന വസ്ത്രം ഇപ്പോഴത്തെ രീതി ഇല്ല. അവിടുത്തെ പുറത്താക്കാനാണെങ്കിൽ നിറം പുറത്താക്കുന്നത് മാത്രമല്ല, അവയവത്തിന്റെ ഘടന പുറത്താക്കാനും അവയവം പുറത്താക്കാനും അവർക്ക് പുറത്താക്കാനാണ്. അവയവത്തിന്റെ ഘടന ഇങ്ങനെയിപ്പോ കൊണ്ടുവരിക എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന അറിയോ? തുണി പൊക്കിക്ക് നിറമാണിക്കാനാണ്. അല്ല, തുണി മുത്താത്തന്നെയും ഔറത്തിന്റെ അവയവത്തിന്റെ ഘടന കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഹറാമായ വസ്ത്രമാണ്. അത് ഹറാമായ വസ്ത്രമാണ് സ്ത്രീകൾക്ക്.
പിന്നെ താഴത്തിന്റെ അവസ്ഥ മുഖവും മുഖം ഒഴിച്ച് ബാക്കിയാണ് അള്ളാഹുവിനെ അനുസരിച്ചവളായി റസൂലിനെ പരിഗണിച്ചവരായി. പിന്നെ റസൂലുള്ളാഹി തങ്ങളെ വ്യക്തിപരമായി പരിഗണിക്കുക, അനുകരിച്ചിട്ട് മുഖവും മുഖയും മറക്കുക. അപ്പൊ മുഖയും മറക്കുന്നത് അവിടത്ത് പോലെ നിർബന്ധമല്ല, ആവശ്യമുണ്ടെങ്കിൽ മറക്കാൻ വേണ്ടി നടത്തും. അത് ജീവിതത്തിൽ ഒരാളെ കണ്ടാൽ അപകടമാണെന്ന് തോന്നിയാൽ മറക്കണം, അതല്ലെങ്കിൽ മറക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മുഖം മറക്കുക അവനൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് നിയമമില്ല. മുഖം മറക്കാൻ കുറിച്ചാണ് പറഞ്ഞു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 7 കൂട്ടരെ വാപ്പ, ഭർത്താവിന്റെ വാപ്പ, ആമക്കള്, ഭർത്താവിന്റെ മക്കള്, ആമക്കള്, സഹോദരന്റെ ആമക്കള്, സഹോദരിമാരുടെ ആമക്കള്, ഇവരെ മുന്നിലേക്ക് അവരുടെ മുഖം ജീവിതത്തിൽ മറക്കണമെന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താ അല്ലാഹനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും. ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ഈ പെണ്ണുങ്ങൾക്ക് ആ സഹോദരങ്ങളാണോ, കാപ്പയാണോ, ആമക്കളാണോ? അപ്പൊ സ്വാഭാവിക അല്ലാഹു തആല മുഖം മറക്കാൻ പറയുന്നവരൊക്കെ ആ ഇരിക്കുന്ന പെണ്ണുങ്ങൾ അതിന് ദൈവം ഭരിക്കുക. സഹാബത്തിന് എന്താ അർത്ഥം ഏൽപ്പിക്കാൻ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് പക്ഷെ കരാർ പാലിക്കാൻ ഇഷ്ടത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നാം ഷഹാദത്തിന് പൂർണ്ണമായി പരിഗണിക്കുക. എന്താണ് ഷഹാദ? അള്ളാഹുമായിട്ട് നാം നടത്തിയ കരാറാണ്. എന്താണ് കരാറ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹ് അപ്രവർത്തിക്കുന്നത് ഒരു ശൈഖിനെയോ ഒരു ഉസ്താദിനെയോ ഒരു തങ്ങളെയോ ഒരു മൗലവിനെയോ പരിഗണിച്ചായിരിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹു റസൂലായ മുഹമ്മദ് നബിയെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അശ്ഹദു, ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ഷഹാദയാണ് മുസ്ലിം ലോകത്തിന് ഇന്ന് ആവശ്യം. ഷഹാദത്തിലേക്ക് മടങ്ങി വരിക ആളുകൾ ഇന്ന് തീരുമാനമെടുക്കുക. ഞാനും നിങ്ങളും ഇന്ന് മുതൽ ഈ സദസ്സ് പിരിയുന്നത് മുതൽ ഇനി അങ്ങോട്ട് ഈ ഷഹാദത്തിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്റെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ട് വേണം ഈ മജ്‌ലിസ് പിരിയാൻ. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ, ഉമ്മത്തിനെ മുഴുവനും സഹായിക്കട്ടെ. ആ സഹായത്തിന് നമ്മളെ അല്ലാഹു കാരണമാക്കി അംഗീകരിക്കുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.